കൂട്ടുകാരെ നമസ്കാരം. ഇന്ന് നമ്മൾ 6x4 സത്വാരിയ വൈറ്റിൻ്റെ ഡിസൈനിലുള്ള ഒരു ടൈലാണ് ഇന്ന് നമ്മൾ ലേ ചെയ്യാൻ പോണത്. ജോയിൻ ഫ്രീ ആക്കിയിട്ടാണ് നമ്മൾ ഈ ഒരു സൈറ്റിൽ സെറ്റ് ചെയ്യണത്. അപ്പോൾ അതിന് നമ്മൾ ഗമ്മ് കറക്റ്റായിട്ട് തന്നെ ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ 10mm ട്രാവലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ടൈൽമലും അതുപോലെ തന്നെ ഫ്ലോറിലും ട്രവലായിട്ടാണ് നമ്മൾ ഗമ്മ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. കാരണം അത് കുറച്ച് കനം കൂട്ടി ചെയ്യും. കാരണം അത് ജോയിൻ ഫ്രീ ആക്കി വിരിക്കുന്ന ടൈമിൽ നമുക്ക് കുറച്ച് കനം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ബെൻഡ് തീർക്കാൻ എളുപ്പമാണ്. സ്പേസർ ഇടുന്ന ടൈമിൽ നമ്മൾ അടിയിൽ ഫ്ലോറിൽ ട്രവൽ വലിക്കുകയും ടൈലുമേ ജസ്റ്റ് പൊട്ടിപ്ലൈഡ് ആയിട്ട് ബാക്ക് ബട്ടർ ചെയ്യാണ് പൊതുവേ നമ്മൾ ചെയ്യാറ്. അപ്പോൾ ഇത് അടുപ്പിച്ച് വിരിക്കണോണ്ട് തന്നെ നമ്മൾ കുറച്ച് കനം കൂട്ടി ചെയ്യണമെന്ന് മാത്രം. ഇപ്പോൾ ടൈല് വിരിക്കുന്ന ടൈമിൽ നമ്മൾ പൊതുവേ വിലങ്ങനെയാണ് ട്രാവൽ വലിക്കാറ്. അതാണ് അതിൻ്റെ നല്ല ഓപ്ഷൻ എന്നാണ് കമ്പനി പറയുന്നത്. നീളത്തിൽ നമ്മൾ വലിക്കാറില്ല, വീതിക്ക് മാത്രമാണ് ചെയ്യാറ്. എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും ചെയ്യുന്നത്. പൊതുവേ എല്ലാവരും ഇപ്പോൾ ഗമ്മിൽ ഇതുപോലെ തന്നെയാണ് ചെയ്യൽ. നമ്മൾ കുറച്ച് വർഷങ്ങളായിട്ട് ഇതുപോലെ ചെയ്യലാണ്. അപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ സെറ്റാക്കിയതാണ്. അപ്പോൾ എന്തായാലും വീഡിയോ പരിപൂർണമായിട്ട് കാണുക. കണ്ടതിന് ശേഷം നമ്മളെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക. വർക്ക് ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ ജോയിൻ ഫ്രീ ആക്കി വിരിക്കുന്ന ടൈമിൽ ഈ ലാസ്റ്റ് എൻഡിൽ ബെൻഡ് തീർക്കാൻ ചെറിയൊരു പ്രയാസമുണ്ട്. നീളത്തിൽ എല്ലായിടത്തും നല്ല കറക്റ്റായിട്ട് നമ്മൾ ബെൻഡ് തീർത്ത് വരുന്ന ടൈമിൽ ഈ ഒരു മൂലയിൽ ചില ടൈലുകൾക്ക് ബെൻഡ് തീർക്കാൻ കുറച്ച് പ്രയാസപ്പെടും. എല്ലാവർക്കും ഉണ്ടെങ്കിൽ അങ്ങനെ വിരിക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. കാരണം പൊതുവേ ചില ടൈലുകൾക്ക് പിന്നെ അങ്ങനത്തെ പ്രശ്നങ്ങളില്ല ഈ ജോയിൻ ഫ്രീ ആക്കി വിരിക്കുന്ന ടൈമിൽ. അതായത് ജോയിൻ ഫ്രീ ആക്കി വിരിക്കുമ്പോൾ തന്നെയാണ് ടൈല് കാണാൻ ഭംഗി. അപ്പോൾ നമ്മളിവിടെ ഫ്ലസ് കിക്കിൽ സെറ്റ് ചെയ്യുന്നത് പോയിൻറ്റ് പൗഡർ അല്ല കേട്ടോ. എല്ലാവരും പോയിൻറ്റ് പൗഡറാണ് കൂടുതൽ ആളുകൾ ചെയ്യുന്നത്. നമ്മളിവിടെ പുട്ടി പൗഡറാണ് ഇടുന്നത്. കാരണം ഈ പോയിൻറ്റ് പൗഡർ ഇടുമ്പോൾ ഈ ഫ്ലസ് കിക്കും അതും കൂടെ ഒരു കെമിക്കൽ റിയാക്ഷൻ കാരണം അതൊരു ചുവന്നൊരു ജോയിൻ്റായി മാറലുണ്ട്. അപ്പോൾ അതിന് ഒരു സൊല്യൂഷനും കൂടാണ് നമ്മൾ പുട്ടി പൗഡറിൽ ചെയ്യുമ്പോൾ നന്നായിരിക്കും. ഇതുവരെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. വൈറ്റ് സിമെൻറ്റും ജോയിൻറ്റും പോയിൻറ്റ് പൗഡറും ഫ്ലസ് കിക്കിന് ശത്രുവാണ്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം, നന്നായിരിക്കും. പിന്നെ നമ്മൾ ജോയിൻറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് 2 ഇഞ്ചിൻ്റെ മാസ്കിൻ ടാപ്പ് 4 സൈഡിലായിട്ട് സെറ്റ് ചെയ്യലുണ്ട്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകാതെ നമ്മളെ ടൈലിനെ കറക്റ്റ് ചെയ്ത് നിർത്തി തരും. വൈബ്രേറ്റർ ഒക്കെ അടിക്കുന്ന ടൈമിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും വല്ലാതാണ്ട് നീങ്ങി കിട്ടില്ല. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാസ്കിൻ്റെ പൊട്ടിക്കുക. അതുപോലെ തന്നെ ബെൻഡ് തീർക്കാൻ ഈ ഒരു കറക്റ്റ് മെത്തേഡാണ് നല്ലതെന്നാണ് നമ്മൾ ഇതുവരെ വർക്ക് എടുത്തതിൽ ആ ഒരു എക്സ്പീരിയൻസിൽ എനിക്ക് മനസ്സിലായത്. അപ്പോൾ എന്തായാലും വീഡിയോ പരിപൂർണമായിട്ട് കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, നല്ല രസമുള്ളൊരു ഡിസൈനാണ്. അപ്പോൾ ഇതിൻ്റെ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. അപ്പോൾ ഓക്കെ, താങ്ക് യു.